വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് കൂടി വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഗിഫ്റ്റാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഓരോ ട്രിപ്പായിട്ടാണ് വന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കണത്. അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ ഞാൻ. അപ്പോൾ എന്തായാലും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലേസം കുട്ടിയിൽ വാങ്ങിയിട്ട് കറി വെച്ചു, പൊരിക്കുകയും ചെയ്ത്. ലേസം മുളക് കറി വെച്ച് പൊരിച്ചു. പിന്നെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോയി. പിന്നെ ഉമ്മ ഡോക്ടറിനെ കാണാൻ പോയി. അപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. റിയാസ്ക വണ്ടി ഓടാനും പോയി. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു, കൊറിയർ ബോയ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 3 വട്ടമായിട്ട് നമുക്കിത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് പറയുക, അപ്പോൾ അതാട്ടാ നമ്മുടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. 3ാമത്തെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. 3ാമത്തെ കൊറിയർ. ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര കുറച്ച് വലുതാണ്. പക്ഷെ ഇതിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ റജിക്കുട്ടിക്കും റഹീസിനും പാടുള്ള മിഠായി, അവർക്ക് 2ആൾക്കും ഓരോ ജോഡി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിട്ടുമ്പോഴും അതല്ലാതെ തരാനുള്ള മനസ്സായിരിക്കും ഉണ്ടായല്ലോ. പഠിച്ചോ ഇനി ഒരുപാട് തരാനും കൊടുക്കാനും ഒക്കെ അവർക്ക് പഠിച്ചോ കൊടുക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ തുകയിലൊന്നും ഉണ്ടാകും. അപ്പോൾ നിങ്ങളും അവരൊക്കെ തുകയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാം. അപ്പോൾ കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരേ അംഗം ഒരു കൂട്ടാ, ഞാൻ വിളിക്കാം പറഞ്ഞിട്ട്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ സമാധാനത്തിൽ ഒച്ചയൊന്നും ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫോൺ വെക്കുന്ന ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നോക്കുമ്പോൾ അത് വെക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോൺ എവിടെയും വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ എവിടെ വെച്ചാലും പകുതിയേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മിഷീൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കട്ടെ. അത് എന്താ പറയുക, കുട്ടികൾ അങ്ങനെ എന്തോ കേട് പറ്റിയെന്ന് തോന്നണേ. അത് അതിൻ്റെ കാല് ഇത്തിരി കംപ്ലൈൻ്റ് ആയിപ്പോയി. അതിപ്പോൾ ഇനി വേറെ റിയാസ്ക്ക് ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല പശ മേടിച്ചിട്ട്. അപ്പോൾ റിയാസ്ക്കാർക്ക് ഒഴിവും കിട്ടിയിട്ടില്ല. ഫോൺ വെക്കാനുള്ള ഒരു സൗകര്യമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഞാനിതാ മെഷീൻ്റെ മുകളിലായിട്ട് ഫോൺ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ക്ലിയറായിട്ട് കാണുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ ഫോണിവിടെ കുത്തനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കിയല്ലേ തുറന്നിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ. തുറന്ന് വലിയ സമാധാനത്തിൽ നോക്കാൻ പറ്റില്ല, അവർക്ക് തിരക്കായിരിക്കും. പിന്നെ അതുപോലെ മുട്ടായികളത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എനിക്ക് ഞാൻ തുറക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും. എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. തുറന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. സീന എന്തായാലും ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയായി. ഞാൻ എടുക്കാനും വെക്കാൻ പറ്റും. ഫോണ് വീണ് പോവുക. കുട്ടികൾക്കുള്ള മിഠായി കേട്ടോ. അപ്പോൾ ഫോണ് വെറുതെ വീണ് പോവാണ്. എന്തായാലും ഞാൻ നോക്കാം. കവർ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നോക്കാം. നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ഹാൻഡ് ബാഗൊക്കെ ഉണ്ടാക്കാം കേട്ടോ. തുണി ഇതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വള്ളിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്ന കവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കവറ് നമുക്ക് മേലെ നല്ല ഭംഗിയുള്ള തുണിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വള്ളിയൊക്കെ വെച്ചാൽ നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഹാൻഡ് ബാഗൊക്കെ ആക്കാം കേട്ടോ. എന്തായാലും ഇതോടെ ഇരിക്കട്ടെ, ആവശ്യം വരും. അപ്പോൾ ഇതാണ് മിഠായി കേട്ടോ. കുഞ്ഞു ഡപ്പയാണ് കേട്ടോ. അത് ഇതിനൊക്കെ ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായി പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഇടയിൽ നമ്മുടെ റിയാസ്ക്ക് കോൾ ചെയ്താട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കോൾ എടുക്കാൻ പോയി. അപ്പോൾ ഇതാണ് മിഠായി. മനുഷ്യമോള് വന്നിട്ട് ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല, എന്താ സംഗതി എന്ന് നോക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു മിഠായി ഉണ്ട് കേട്ടോ. ഇതൊരു മിഠായി ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനത്തെ ഡപ്പകളാണ് കേട്ടോ.
ഡപ്പ മിഠായിയാണ്. എന്തായാലും നമ്മൾ മറ്റേ റഹീസ് കുട്ടീൻ്റെ കളിക്കണ എന്താണ് മൂത്ത് മൂത്ത് പാലും എന്താ പറയുമല്ലോ, മൂത്ത് കൊള്ളത്തു, അങ്ങനെ ഇതിനെന്തോ ഒരു പേര് പറയും കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം മിഠായി. അങ്ങനെ നിറയെ ഡപ്പുകളുണ്ട് കേട്ടോ സെറ്റായിട്ട്. ഇതിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് തുറന്ന് നോക്കാമല്ലേ ഇങ്ങനത്തെ മിഠായിയാണെന്ന് നിങ്ങൾക്കും കാണാമല്ലോ. ഞങ്ങളൊക്കെ അപ്പോൾ ഇത് കഴിച്ച ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനത്തെ മിഠായി വാങ്ങിക്കൊടുത്തില്ല കേട്ടോ എനിക്കൊന്നും. ഇത് സംഭവം വന്നിട്ട് തുറക്കുമ്പോൾ ഇവിടെ ഒരു ക്രീമിൽ ഈ സാധനം മുക്കിയിട്ട് കഴിക്കുകയെന്ന് തോന്നും കേട്ടോ. എന്നാലും ഞാൻ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ക്രീം ലേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ബിസ്ക്കറ്റിൻ്റെ ഒരു ഇത് കേട്ടോ. ഇത് ഇങ്ങനെ ക്രീമാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഇരിക്കട്ടെ. ഉള്ളിൽ ക്രീമാണ്, ഉള്ളിൽ ക്രീമും പിന്നെ ഇവിടെ നിറയെ ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ, ഒരു നീളത്തിലുള്ളത്. ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും അടിപൊളി സൂപ്പർ സന്തോഷമായി മഴയിൽ. പിന്നൊന്നുമില്ല അല്ലേ. പിന്നെ ഈ ഒരു മിഠായിനുള്ളും പോകുന്നു കേട്ടോ. അതിന് വേറൊന്നും കാണില്ല, വേറെ മിഠായിയൊന്നും കാണില്ല. ഇത് മൊത്തം ഇങ്ങനെയും തോന്നുന്നു. എന്തായാലും കുട്ടികൾക്കും ഇങ്ങനത്തെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അവർക്ക് ഈ പ്രായത്തിൽ മിഠായി തിന്നുന്ന ഒരു ഇതല്ലേ. അപ്പോൾ പോകുമ്പോഴും അത്ത വന്ന മിഠായി ഉണ്ട് അത്ത ചോദിക്കുന്ന ആൾക്കാരൊക്കെ രണ്ടാൾ ഫ്രിജീസും. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകും അവർക്കൊക്കെ. എന്തായാലും ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും ഭംഗിയുണ്ട്. എന്തായാലും ഇതിവിടെ എത്തിച്ച ആ കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്ന് പറയാണ്. ഇനിയും കൂടുതൽ എല്ലാവർക്കും കൊടുക്കാൻ പടച്ചോൻ റഹ്മത്തും ബർക്കത്തൊക്കെ കൊടുക്കട്ടെ കുടുംബത്തിന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ കൂട്ടുകാരെ. ടാറ്റാ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ തുകയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും എൻ്റെ തുകയിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് കാണാട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട്. എൻ്റെ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.